ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കായ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ചാണ്. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നീ 3 ടോപ്പിക്സുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? Market segmentation is a process of identifying the areas of market that are different from one another. Market segmentation എന്ന് പറയുന്നത് പരസ്പരം വ്യത്യസ്തമായ മാർക്കറ്റ്സിൻ്റെ ഏരിയാസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദി മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ആവശ്യങ്ങളുടെയും സവിശേഷതകളുടെയും അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെൻറ്റഡ് or divided on the basis of age, sex, income, education, occupation, etc. ഈ പറയുന്ന ഏജ്, സെക്സ്, ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ എന്നീ ഫാക്ടേഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അക്കോർഡിംഗ് ടു വില്യം ജെ സ്റ്റാൻറ്റൺ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് taking the total heterogeneous market for a product and dividing it into several sub-markets or segments, each of which tends to be homogeneous in all significant aspects. ഇവിടെ വില്യം ജെ സ്റ്റാൻറ്റൺ എന്ന വ്യക്തി എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ഹെട്രോജീനിയസ് മാർക്കറ്റിൽ നിന്നെടുത്ത് അതിനെ നിരവധി സബ് മാർക്കറ്റുകളായോ സെഗ്മെൻറ്റുകളായോ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിലെ ഫസ്റ്റ് പോയിൻ്റ് ആണ്, ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇവിടെ പറയുന്നത് കൺസ്യൂമേഴ്സ് അഥവാ കസ്റ്റമേഴ്സുകളുടെ നീഡ്സുകളെയും ബിഹേവിയേഴ്സുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിൻ്റെ വിവിധ സെക്ഷൻസുകളായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്, ദ എയിം ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ ദ ഫേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫേംസ് അഥവാ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും സെലക്ട് ചെയ്യുകയും എന്നതാണ് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് നാരോസ് ഡൗൺ എ ലാർജ് മാർക്കറ്റ് ഇൻ ടു സ്മാൾ ആക്സസിബിൾ സെഗ്മെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് മാർക്കറ്റ് അഥവാ ഒരു വലിയ മാർക്കറ്റിൽ ആ വലിയ മാർക്കറ്റിനെ സ്മോൾ ആക്സസ് ആക്കി അല്ലെങ്കിൽ സ്മോൾ ആക്സസിബിൾ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്മോൾ ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഈ പറയുന്ന മാർക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു വലിയ മാർക്കറ്റിനെ ചെറിയ ആക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ആക്സസ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഹോമോജീനിയസ് മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെട്രോജീനിയസ് മാർക്കറ്റിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഹോമോജീനിയസ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയാണ് അഥവാ പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് മാർക്കറ്റിനെ വ്യത്യസ്തമായിട്ടുള്ള ഹോമോജീനിയസ് സെക്ഷൻസുകളായിട്ട് അല്ലെങ്കിൽ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മാർക്കറ്റുകളെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ലീഡ്സ് ടു മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് പൊസിഷനിങ്. ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് മെയിനായിട്ട് നയിക്കുന്നത് മാർക്കറ്റിലെ ടാർഗറ്റിങ്ങിലേക്കും അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ സ്ഥാനങ്ങളിലേക്കുമാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ മെയിനായിട്ട് അവർ ലീഡ് ചെയ്യുന്നത് അഥവാ അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും ഒരു മാർക്കറ്റിന്. അഥവാ ഇപ്പോൾ ഇത്ര പ്രോഡക്ട്സുകൾ
ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റുകൾ ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഫുള്ളായിട്ട് സെയിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിനെയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് പൊസിഷൻസ്, പ്രോഡക്റ്റിൻ്റെ ഓരോ സ്ഥാനങ്ങളിലെയുമാണ് മെയിനായിട്ട് ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ലീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നീഡ്സ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ആവശ്യകതകൾ എന്തെല്ലാമാണ് എന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്, ഡിഫറെൻറ്റ് പീപ്പിൾ പ്രിഫർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ ഡിഫറെൻറ്റ്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് നെസറി ടു പ്ലാൻ ദ പ്രോഡക്ട്സ് ആസ് പെർ ദ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സുകളും വാണ്ട്സുകളും ടാർഗറ്റ് ചെയ്ത ഗ്രൂപ്പ് അനുസരിച്ച് പ്രോഡക്ട്സുകളുടെ പ്ലാനിങ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തിൻ്റെ കേസിൽ? സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നെസറി ടു ഡെവലപ്പ് ദ പ്രൈസിങ് സ്ട്രാറ്റജീസ്. പ്രൈസിങ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡെവലപ്പ് ദ ഡിഫറെൻറ്റ് പ്രൊമോഷണൽ പ്രോഗ്രാംസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അഥവാ വ്യത്യസ്തമായുള്ള പ്രൊമോഷണൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നെസറി ടു അറേഞ്ച് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് വെൽ ആസ് ദ സെലക്ഷൻ ഓഫ് ചാനൽസ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസും സെലക്ഷൻ ഓഫ് ചാനൽസുകളും അഥവാ ചാനൽസുകളുടെ തിരഞ്ഞെടുപ്പ് അഥവാ സെലക്ഷൻ ചെയ്യൽ, അതൊക്കെ എന്താണ് ക്രമീകരിക്കേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ നടത്തേണ്ടത് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നീഡഡ് ഫോർ പാക്കിംഗ് എ പ്രോഡക്റ്റ് ആസ് വെൽ ആസ് ഫോർ ഡെവലപ്പിംഗ് ആൻ അപ്രോപ്രിയേറ്റ് പാക്കേജിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിനും ഉചിതമായിട്ടുള്ള പാക്കേജിങ് ഡെവലപ്പ് ചെയ്യുന്നതിനും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ സെലക്ഷൻ ഓഫ് ബ്രാൻഡ് അംബാസിഡർ. ബ്രാൻഡ് അംബാസിഡറിനെ സെലക്ട് ചെയ്യുന്നതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നെസറി ടു ഗെറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് നേടേണ്ടത് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആ ഒരു ബെനിഫിറ്റ് നമ്മൾ കൈവരിക്കേണ്ടത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. ഇത്രയും ആവശ്യകതകളാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുള്ളത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിലെ വ്യത്യസ്തമായുള്ള കസ്റ്റമേഴ്സുകളുടെ ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കുകയും അതിനെ ലേൺ ചെയ്യുകയും ചെയ്യുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ എ മാർക്കറ്റ്സ് ഓർ കൺസ്യൂമേഴ്സ് സെഗ്മെൻറ്റ്സ് വിച്ച് എ ഫേം ക്യാൻ എഫക്റ്റീവ്ലി മാനേജസ്. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് എഫക്റ്റീവായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ സെഗ്മെൻറ്റിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഗിവ് ദ ഇൻഫർമേഷൻ ഇൻപുട്സ് ടു മാർക്കറ്റിംഗ് മിക്സ് ഡിസിഷൻസ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഡിസിഷൻസുകൾ അഥവാ മാർക്കറ്റിംഗ് മിക്സിൻ്റെ തീരുമാനങ്ങൾ ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഇൻഫർമേഷൻസ് ഇൻപുട്ടുകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദ നാച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ പ്രിവൈൽഡ് ഇൻ എ പെർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ നിലനിൽക്കുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്വഭാവവും അതുപോലെ തന്നെ അളവും അതൊക്കെ സ്റ്റഡി ചെയ്യാൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സെഗ്മെൻറ്റേഷൻ ഈസ് നെസറി ടു ലൊക്കേറ്റ് ഹോമോജീനിയസ് സെഗ്മെൻറ്റ്സ് ഓഫ് ബയർ വിത്ത് സിമിലർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദ ടാർഗറ്റ് മാർക്കറ്റ്. ഇവിടെ ടാർഗറ്റ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള നീഡ്സുകളും വാണ്ട്സുകളും അഥവാ ഡിസയേഴ്സുകളും ഇതൊക്കെ ബയേഴ്സിൻ്റെ ഹോമോജീനിയസ് സെഗ്മെൻറ്റുകളായിട്ട് ഫൈൻഡ് ചെയ്യുന്നതിന് അഥവാ കണ്ടെത്തുന്നതിന് ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. അഥവാ ടാർഗറ്റ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള നീഡ്സുകളും വാണ്ട്സുകളുമുള്ള ബയേഴ്സിൻ്റെ ഹോമോജീനിയസ് സെഗ്മെൻറ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ് ആവശ്യമാണ്. നെക്സ്റ്റ്, it helps to identify and concentrate on the special needs of particular segment of the market. മാർക്കറ്റിൻ്റെ പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൻ്റെ അഥവാ മാർക്കറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനും ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ്
വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ആവശ്യകതകൾ എന്തെല്ലാമാണ്, അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും ഈ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൽ. ദെൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബേസിസ് ഓർ മെത്തേഡ്സ്, ഇതാണ് മെയിനായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഒരു 5 മാർക്കിന് പ്രോസസ് ചോദിക്കാം, അതുപോലെ തന്നെ 10 മാർക്കിന് ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.